നമ്മളിവിടെ നോക്കുന്നത് ഹെക്സാഫ്ലൂറോഫെറേറ്റ് എന്ന് പറഞ്ഞൊരു മെറ്റൽ കോംപ്ലക്സ് ആണ്. അതിൽ ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ അതിൽ Fe ഫെറസിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 26. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഏറ്റവും പുറത്തത്തെ ഷെല്ലിൽ വരുന്ന രണ്ട് സാധനം 4s2ഉം 3d6ഉം. അത് ഈ Feന്ന് Fe3+ എന്ന് പറഞ്ഞ ഫോമിലേക്ക് മാറുമ്പോൾ 3+ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കണേ ഇവിടുന്ന് ഇതിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം കുറഞ്ഞു, 3 ഇലക്ട്രോൺ കുറഞ്ഞിട്ട് 23ആയി. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും മാറി. അവസാനത്തെ ഇതിന്ന് സബ്ഷെല്ലിൽ നിന്ന് 4s ആണ്. 4s നിന്ന് 2 പോയി, 4sൽ 0ആയി, 3dന്ന് 1 പോയി. അപ്പം അങ്ങനെ ടോട്ടൽ 3 പോകും. 3dന്ന് 3 പോയിട്ട് ഇവിടുന്ന് 3d6 ആയിരുന്നു. 3d6 എന്ന് ഇവിടെ 3d5 ആയി മാറി. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പം അത് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ 3Dയിൽ നമ്മൾ 5 ഇതാണ് വരുന്നതല്ലേ, 5ലും ഓരോരോ ഇലക്ട്രോൺ വെച്ചിട്ട് 5 അല്ലേ, 3D 5 ഓരോരോ ഇലക്ട്രോൺ വെച്ചിട്ട് ഒക്കുപ്പൈ ചെയ്യും. ഇവിടെ പെയറിങ് നടക്കണില്ല, കേട്ടില്ലേ? അപ്പം ഇനി ഇതിലേക്കൊരു ലിഗാൻഡ് വരിക. ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ ഫ്ലൂറിന Fe6 വന്നു. ഈ Fe6 എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ഫീൽഡ് ലിഗാൻഡാണ്. വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഭയങ്കര വീക്കായിട്ടുള്ളൊരു ലിഗാൻഡാണ്. അപ്പോൾ ഇത് വന്നാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പെയറിങ് നടത്തൂല. ഈ പെയറിങ് ഇങ്ങോട്ട് നടത്താതെ ഔട്ടർ ഓർബിറ്റലിൽ അത് ഹൈബ്രിഡൈസ് ചെയ്യാനേ നോക്കുകയുള്ളൂ. അപ്പം ഇവിടെ ഉള്ള ഇലക്ട്രോണുകൾ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നില്ല, പെയറിങ് നടക്കാതെ ഇവിടെ 4s 3p 4d തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എത്ര ഫ്ലൂറിൻ ലിഗാൻഡുകളാണ് വരുന്നത്? 6 അല്ലേ. അപ്പോൾ 6 നമുക്ക് ഒക്കുപ്പൈ ചെയ്യണമെങ്കിൽ ഇവിടെ 1 2 3 4 5 6 4sൽ 1, 4pയിൽ 3, 4dയിൽ 2. അതാണ് ഈ sp3d2 എന്ന് പറഞ്ഞാൽ. അതായത് എസ്സിൽ 1, പിയിൽ എത്രയാണ്? 3 ഫ്ലൂറിൻ കയറും. അതേപോലെ ഡിയിൽ ഡി ഓർബിറ്റലിൽ 2 ഫ്ലൂറിനും കയറും. അങ്ങനെയാണ് sp3d2 എന്ന് പറഞ്ഞ ഹൈബ്രിഡൈസേഷൻ വരുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇത് ഒക്ടഹൈഡ്രൽ ഫോമിലാണ് ഇതാവുന്നത്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇങ്ങനെയാവും. പിന്നെ ഇതിൻ്റെ മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ μ = n × n+2 എന്നാണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോണാണ്. ഈ അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 5 അല്ലേ. ഇവിടെയൊക്കെ പെയർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ 1 2 3 4 5 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അതിവിടെ കൊടുക്കുക എന്നിൻ്റെ അവിടെ. അപ്പം n × n+2 n+2 7 ആയി. √5 × 7 എന്ന് പറഞ്ഞാൽ √35 ആയി. അങ്ങനെയാണ് ഇത് മാഗ്നറ്റിക് ബിഹേവിയർ ഇങ്ങനെയാണ് നോക്കുന്നത്. പിന്നെ ഇവിടെ പാരാമാഗ്നറ്റിക് ആണെന്ന് പറഞ്ഞു. പാരാമാഗ്നറ്റിക് ആണോ എന്ന് എങ്ങനെ മനസ്സിലാവുക? ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺ കണ്ട, അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇത് പാരാമാഗ്നറ്റിക് ആണെന്ന് അർത്ഥം. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, അപ്പോൾ ഇത് പാരാമാഗ്നറ്റിക് ആണ്. പിന്നെ ഇതിൽ പറയുന്ന വേറെ 2 കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഔട്ടർ കോൺഫിഗറേഷൻ എന്നാണ്. ഔട്ടർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ട, ഇവിടെ വീക്ക് ഫീൽഡ് ലിഗാൻഡാണ് ഫ്ലൂറിൻ. അതുകൊണ്ടാണ് ഇവിടെ പുറത്തുള്ള ഇതിലാണ് ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് ഹൈബ്രിഡൈസേഷൻ നടത്തുന്നതാണ് ഇവിടെ നടക്കണം. കണ്ട, ഈ 4s 4p 3d കൂടെ ചേർന്നിട്ടാണ് ഇവിടെ ഔട്ടർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ സംഭവിക്കുന്നതിന് പറയുന്ന പേരാണ് ഈ ഹൈ സ്പിൻ എന്ന് പറഞ്ഞാൽ. ഇപ്പം ഈ ഫ്ലൂറിന് പകരം ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരികയാണെങ്കിൽ ഇവിടെ ലോ സ്പിന്നാണ് നടത്തുക. ലോ സ്പിന്ന് നടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇലക്ട്രോണുകളൊക്കെ ഇങ്ങനെ ഇതിലേക്ക് പോയി ഇങ്ങനെ പെയർഡായിട്ട് ചിലപ്പോൾ ഇതും കൂടെ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ ഇവിടെ അടുത്ത ലിഗാൻഡ് വന്ന് ചേരാനുള്ള ചാൻസ് ഉണ്ട് ലോ സ്പിന്നാണെങ്കിൽ. അതായത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് അല്ലാതെ കുറച്ചും കൂടെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് വരികയാണെങ്കിൽ, ഇവിടെ ഫ്ലൂറിനായതുകൊണ്ട് എന്താ വീക്ക് ഫീൽഡ് ലിഗാൻഡാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഔട്ടർ കോൺഫിഗറേഷൻ വരാൻ കാരണം.